ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് അറിഞ്ഞിരിക്കുക 2005 ജൂൺ 15 പാസ്സാക്കപ്പെടുന്നത്. ഇത് ചുരുക്കി നമ്മൾ RTI ആക്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ RTI ആക്ട് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അറിഞ്ഞിരിക്കുക. അപ്പോൾ പാസ്സാക്കിയത് 2005 ജൂൺ 15, നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നു. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പാസ്സാക്കി നടപ്പിലാക്കിയ രാജ്യമാണേത്? സ്വീഡൻ. നമുക്കറിയാം അഴിമതി രഹിതമായി നിൽക്കുന്ന ഒരു രാജ്യമാണേത്? സ്വീഡൻ. ശരിയാണല്ലോ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട്. വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 1997 തന്നെ തമിഴ്നാട് വിവരാവകാശ നിയമം പാസ്സാക്കിയിരുന്നു എന്നും അറിഞ്ഞിരിക്കുക. ടെലിഫോണിൽ കൂടെ വിവരാവകാശ അപേക്ഷ RTI ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന നടപടി ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണേത്? ഉത്തർപ്രദേശ്. അടുത്ത കാലത്താണ് അങ്ങനെ ആരംഭിച്ചത്. പിന്നെ അറിഞ്ഞിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈനിൽ RTI അപേക്ഷ സ്വീകരിക്കുന്ന നടപടി ആദ്യമായി സ്വീകരിച്ച അല്ലെങ്കിൽ ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വിവരാവകാശ അപേക്ഷ കൊടുത്തതിന് ശേഷം കൃത്യമായ വിവരം മറുപടി കൊടുക്കാത്തതിനെ തുടർന്ന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനമാണിത് അരുണാചൽ പ്രദേശ്. അറിഞ്ഞിരിക്കുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചെന്നും അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യ RTI അപേക്ഷ വിവരാവകാശ അപേക്ഷ കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഷാഹിദ് റാസ ബർണിയാണ്. ഷാഹിദ് റാസ ബർണിയാണ് ആദ്യ അപേക്ഷ കൊടുത്തത്. ഇദ്ദേഹം അപേക്ഷ എവിടെയാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പൂനെയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് അപേക്ഷ കൊടുത്തത്. മറന്നുപോകരുത്. എവിടെയാണ്? പൂനെയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം ആദ്യ അപേക്ഷ കൊടുത്തത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമമാണേത്? RTI ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം. ഓക്കെ. ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരു ഓഫീസിൽ ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഓക്കെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓക്കെ അല്ലോ. ഇനി അപേക്ഷ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 10 രൂപയാണ്. എന്ന് വെച്ചാൽ 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് വേണം അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ BPL ആണെങ്കിൽ അവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. എന്ന് വെച്ചാൽ അവർക്കത് ഫ്രീ ആയിരിക്കുമെന്നും അറിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ ഒരു അപേക്ഷ ഒരു വ്യക്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസർ 30 ദിവസത്തിനകം അതിനുള്ള മറുപടി കൊടുത്തിരിക്കണമെന്നാണ് നിയമം പറയുന്നത്. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്താൽ 30 ദിവസമാണ്. മറിച്ച് നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹത്തിന് 35 ദിവസം വരെ സമയമുണ്ടായിരിക്കുന്നതാണ്. അറിഞ്ഞിരിക്കുക. 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം എന്ന കാലാവധി കഴിഞ്ഞതിന് ശേഷവും അപേക്ഷയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അപേക്ഷ സ്വീകരിച്ച ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിന്നീട് വരുന്ന ഓരോ ദിവസവും 250 രൂപ പെനാൽറ്റി വരുന്നതായിരിക്കും. 250 രൂപ വെച്ച് അദ്ദേഹം ഫൈൻ അടയ്ക്കേണ്ടി വരും. അറിഞ്ഞിരിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് 100 ദിവസം വരെ, ഓർത്തിരിക്കുക, 100 ദിവസം വരെ ഫൈൻ ലഭിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ 25,000 രൂപ വരെ അദ്ദേഹത്തിന് പെനാൽറ്റി ലഭിക്കാവുന്നതാണ്. ഈ ഒരു സമയത്തിനകം ഈ 100 ദിവസം കഴിഞ്ഞും അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്? നിയമ നടപടിയിലേക്ക് പിന്നീട് പോകുന്നതായിരിക്കും. അറിഞ്ഞിരിക്കുക. ഇനി RTI ആക്ട് ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായി പറയാൻ സാധിക്കും. ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? RTI ആക്ട്. 2019 RTI ആക്ട് അമെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. 2019 ഭേദഗതി വരുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 ഓക്കെ ആണല്ലോ. അതിനുശേഷം രാജ്യസഭ ഈ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019 ജൂലൈ 25 രാജ്യസഭ പാസ്സാക്കുന്നു. തുടർന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസമാണ് 2019 ഓഗസ്റ്റ് 1. ആ ദിവസം ഈ ബില്ല് പാസ്സാക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2005 ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അമെൻഡ് ചെയ്യപ്പെട്ടു, ഭേദഗതി വരുത്തപ്പെട്ടു. നമുക്കറിയാം വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് നമുക്കറിയാം. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് ഈ ഒരു നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന എന്ന് ഓർത്തിരിക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റിയാണ് പഠിച്ചത്. അതിൻ്റെ ഭേദഗതിയെ പറ്റി പഠിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക. എപ്പോഴും PSC ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.